RSSുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുര വിഭാഗം സമസ്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചാൽ പോലും മറ്റുള്ളവരെ വിമർശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് RSSുമായി ചർച്ച നടത്താനുള്ള മനസ്സ് വന്നതെങ്ങനെയെന്ന് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസരി ചോദിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായി ജമാഅത്തെ ഇസ്ലാമിയെ കണക്കാക്കാനാവില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 1% പോലും അവർ പ്രതിനിധീകരിക്കുന്നില്ല. സുന്നി സംഘടനകൾക്ക് ദേശീയ തലത്തിൽ പ്രാതിനിധ്യമില്ലെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കില്ല. സർക്കാർ സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം വിളിക്കുന്നത് ഇന്ത്യയിലെ സുന്നി സംഘടനകളെയാണ്. വിദേശ ഭരണാധികാരികൾ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ഗ്രാൻഡ് മഫ്തിയാണ് വിളിക്കാറുള്ളതെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിമർശിക്കുന്നവരെങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശ രാജ്യത്തെ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളിലൊക്കെ വരുമ്പോൾ അതിന്റെ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവായിട്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് വിളിക്കുന്നത്. അങ്ങനെ പറയുന്നത് അത് ആരും ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കാണാൻ പറ്റില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളിലെ 1% പോലും ജനങ്ങളെ പ്രതിനിധീകരിക്കാത്ത ഒരു സംഘടന എന്ന നിലയ്ക്ക്. പിന്നെ ഇന്ത്യയിൽ ഏതൊരു സംഘടനയ്ക്കും മറ്റൊരു സംഘടനയുമായി ഡയലോഗ് നടത്തുന്നതിനെ അതിനെ ആർക്കും എതിർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതല്ല വിഷയം.